മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കും അലയടിച്ചോണ്ടിരിക്കുക. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇപ്പോൾ ഇതാ. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ചെന്ന നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയ നടൻ ഷൈൻ ടോം ഷൈനെതിരെ വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകി. എന്തായാലും ഇതിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു കേസ് വരാനുള്ള എല്ലാ സാധ്യതകളും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? നിരന്തരമായി ഇയാളെന്നെ ദ്രോഹിക്കുന്നത് ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണം എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ. അത്രമാത്രം ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തലാണ്. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക. ഇനി നിങ്ങളുടെ തോന്നിയാൽ അനുവദിക്കാനാവില്ല. വഴിയിൽ പള്ളി ഉണ്ടെങ്കിൽ നിർത്തി പറഞ്ഞേക്കാം. ഇങ്ങനെ പറയാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചേട്ടൻ ഇങ്ങനെ അന്തസ്സിലാ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഈ താരസംഘടനയായ അമ്മയടക്കം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കാൻ പോകുന്നുള്ളതും പ്രധാനമാണ്. അവരുടെ നിലപാടിനും പ്രാധാന്യമുണ്ട്. ഇതാണ് ഷായണ്ണന്റെ കാര്യം. വെട്ടൊന്നും മുറി രണ്ട്, എന്നിട്ട് ഒരു മുറി പുള്ളി താമസിക്കും, മറ്റേ മുറി വാടക കൊടുക്കും. പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഇന്നലെ രാത്രി കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടി. ഒന്നും ചെയ്യണ്ട, നീ ഇപ്പൊ ചെയ്തതൊക്കെ വളരെ വിശേഷമായിരിക്കുന്നു. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എന്തായി പരിപാടി? ലിവർപൂളിന് പോവാതെ ഇങ്ങനെ വല്ല വൃത്തികെട്ട പണി പഠിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയേനെ. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ, അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. എന്തൊരു ഒരു മാരകാവസ്ഥയാണ്, എന്തൊരു ഭീകരാവസ്ഥയാണ്. അതും നമ്മൾ ലഹരിക്കെതിരെ പോരാട്ടമൊക്കെ നടക്കുന്ന ഈ കാലത്തും ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വരിക, ഇറങ്ങി ഓടുക. അത് നിങ്ങൾക്കൊന്നും കഴിയാവില്ല. അതിന് ഇത് കുറച്ച് വേണം. തലയ്ക്ക് പ്രാന്ത അല്ല ബുദ്ധി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആളൊരു തല്ലിപ്പൊളിയനാ, ആരെയും വില വെക്കില്ല. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഈ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് എന്നത് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും. ഒരു 8 മുഴ കയറ് കിട്ടൂ, എനിക്കൊന്ന് തൂങ്ങിച്ചാവാൻ. എന്താ എന്റെ ഉദ്ദേശം? പിടിച്ചു നിൽക്കട്ടെ മുത്തശ്ശ. പോലീസ് സംഘം എത്തുമ്പോൾ ഇറങ്ങി ഓടണമെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. അവന്റെ വെളിവേട് ഞാൻ മാറ്റും. ഡാൻസ് ഓഫ് സംഘത്തിന്റെ കണ്ണു വെട്ടിച്ച് കടന്ന നടൻ ഷൈൻ ടോം ചാക്കോ പൊള്ളാച്ചിയിലെ ഒരു റിസോർട്ടിൽ എന്നാണ് വിവരം. എന്റെ സമാധാനം പോയോ? അതിനുശേഷം പോലീസിന് ഷൈൻ ടോം ചാക്കോയെ കണ്ടെത്താനോ ചോദ്യങ്ങളിലേക്ക് കടക്കാനോ കഴിഞ്ഞിട്ടില്ല. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ഇത് അത്ര നിസ്സാരമായി തള്ളാനുള്ളതല്ല. നേരത്തെയും സമാനമായ രീതിയിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസുണ്ടായിരുന്നു. ആ കേസിൽ നിന്ന് ഷൈൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ പോലീസിന് ആ സംഭവത്തിൽ വന്ന വീഴ്ചകൾ എണ്ണി പറയുകയായിരുന്നു. ആ വിഷയത്തിൽ കോടതി എന്തായാലും വീട്ടുകാർ പ്രതികരിക്കേണ്ട ബാധ്യതയൊന്നും വീട്ടുകാർക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്നും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ ഷൈൻ ടോം ചാക്കയുടെ പേരിൽ. ആ തെണ്ടി ചെറുക്ക എന്ത് തെമ്മാടിത്തനം കാണിച്ചാലും അതൊക്കെ കുട്ടിക്കളിയാണെന്ന് വ്യാഖ്യാനിച്ചോളും. ഇപ്പൊ മനസ്സിലായല്ലോ. എടോ, അതിന് ഞാനെന്ത് വേണമെന്നാ? കംപ്ലൈന്റ് തന്നെ അന്വേഷണം വഴി പോലെ മിടുക്കാണ്. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ കൂടുതൽ നടപടികളിലേക്ക് പോവുകയാണ് താരസംഘടനയായ അമ്മ. ഇതൊരു തുടക്കം മാത്രം. ദിസ് ഈസ് ഓൺലി എ ബിഗിനിങ്. കൂടുതൽ ഷോക്കുകൾ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ. പോലീസുകാർ റെഡി കൊണ്ടിട്ടെങ്കിലും അവനൊന്ന് മര്യാദക്കാരനായാ മതി. ഞാൻ ചത്താൽ ആ കാശ് എന്റെ പിള്ളേർക്ക് കൊടുക്കണം. ഞാൻ വാക്ക് പറഞ്ഞ വാക്കായപ്പല്ലേ. അപ്പൊ ചാവൂന്ന് ഉറപ്പാ. അപ്പൊ താനും ഈ കേസിൽ പ്രതിയാണ്. എന്നാൽ ഈ 4 ആളറിയുന്ന മാന്യൻ ആ 4 വീലുള്ള ജീപ്പിലോട്ടൊന്ന് കയറിയാട്ടെ. അയ്യോ, കരയല്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞു പോലെ